ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി A53 5G എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്ന് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളത് ഇടുക്കി അണക്കരയിലുള്ള JV മൊബൈൽസ് എന്ന് പറയുന്ന മൊബൈൽ ഷോപ്പാണ്. നിങ്ങൾക്ക് സ്മാർട്ട് ഫോണുകളുടെ പർച്ചേസിങ്ങിനും അതോടൊപ്പം തന്നെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, TV തുടങ്ങിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെ പർച്ചേസിങ്ങിനും സർവീസിനും ഇവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവർക്ക് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറിയും അവൈലബിൾ ആണ്. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെബ്സൈറ്റിന്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഗാലക്സി A53 5G എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് ഏറ്റവും ടോപ്പിലായിട്ട് ഫ്രണ്ടിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്മാർട്ട് ഫോണിൻ്റെ പിക്ചർ നമുക്ക് ഫ്രണ്ടിൽ കാണുവാൻ സാധിക്കും. സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡിങ്ങും ബോട്ടം സൈഡിലാണ് നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനിവേ നമുക്ക് ബോക്സ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണാണ്. അത് ജസ്റ്റ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി എന്തൊക്കെ കണ്ടന്റുകളാണ് ബോക്സിലുള്ളത് നോക്കാം. അടുത്താണ് നമുക്ക് ലഭിക്കുന്ന ഒരു പൗച്ചാണ്. വേറെ ഒന്നും തന്നെ നമുക്ക് ബോക്സിനകത്ത് ലഭിക്കുന്നില്ല. പൗച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു Type-C to Type-C കേബിൾ ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണോടൊപ്പം നമുക്ക് ചാർജർ ലഭിക്കുന്നില്ല. പിന്നെ കുറച്ച് യൂസർ മാനുവലും നമുക്ക് ഈ ഒരു ബോക്സിനോടൊപ്പം അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഒരു സിം എജക്ഷൻ ട്രേയും ഈ ഒരു സ്മാർട്ട് ഫോണോടൊപ്പം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് കണ്ടന്റായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിലോട്ട് വരാം. സ്മാർട്ട് ഫോണിലോട്ട് വരികയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ ആൻഡ് കളറാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ലൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ വേരിയൻ്റ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് മെയിനായിട്ടും 4 കളർ വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വൈറ്റ്, പീച്ച്, ലൈറ്റ് ബ്ലൂ, ആൻസം ബ്ലാക്ക്, ഇത്തരത്തിലുള്ള 4 കളർ വേരിയൻസിലാണ് നമുക്ക് സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ഇതിന് നമുക്കൊരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ബാക്ക് സൈഡാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുള്ളത്. ഗ്ലാസ് ഫിനിഷിംഗ് അല്ല. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് പോളി കാർബണേറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഒരു പ്രീമിയം ഫീൽ നൽകുന്ന രീതിയിലുള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ മൊഡ്യൂൾ നോക്കുകയാണെങ്കിലും ഒരു സെപ്പറേഷൻ നൽകിയിട്ടുള്ള ക്യാമറ മൊഡ്യൂൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏത് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിലും ബോഡിയായിട്ട് ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടായിരിക്കും ഈ ഒരു ക്യാമറ മൊഡ്യൂൾ കൊടുക്കുക. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഈ ഒരു ബോഡിയോട് തന്നെ ഇഴകി ചേരുന്ന രീതിയിൽ കുറച്ച് ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ക്യാമറ മൊഡ്യൂൾ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ക്യാമറ ബമ്പും കാര്യങ്ങളൊന്നുമില്ല. വളരെ പ്ലെയിൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡും ക്യാമറ മൊഡ്യൂളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ കീയും അതോടൊപ്പം തന്നെ വോളിയം റോക്കേസും വരുന്നത്. ബോട്ടം സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു സിം എജക്ഷൻ ട്രേയും USB Type-C പോർട്ടും അതോടൊപ്പം തന്നെ ഒരു സ്പീക്കർ യൂണിറ്റ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനകത്ത് നൽകിയിട്ടുള്ള സിം പോർട്ട് എന്ന് പറയുന്നത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതായത് നമുക്ക് ഒരേ സമയത്ത് 2 സിമ്മോ അല്ലെങ്കിൽ ഒരു സിമ്മോ ഒരു മെമ്മറി കാർഡ് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ നൽകിയിട്ടില്ല. ബോട്ടം സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 189 ഗ്രാമാണ്. അതോടൊപ്പം തന്നെ 8.1 mm ആണ് ഇതിൻ്റെ തിക്നെസ്സും വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇൻ ഹാൻഡ് ഫീൽ നോക്കുകയാണെങ്കിൽ വളരെയധികം കംഫർട്ട് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി A53 5G എന്ന് പറയുന്നത്. നമുക്ക് പിടിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് താഴെ പോകുമെന്നോ അല്ലെങ്കിൽ തെന്നി പോകുന്നോ അങ്ങനത്തെ ഒരു ഫീലും കാര്യങ്ങളൊന്നുമില്ല. വളരെ കംഫർട്ടായിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വാട്ടർ റെസിസ്റ്റൻറ്റും അതോടൊപ്പം തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. നമുക്ക് ഏകദേശം 30 മിനിറ്റോളം വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ മുക്കി വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ വരത്തില്ല. അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ എടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി A53 5G എന്ന് പറയുന്നത്. 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ സൂപ്പർ AMOLED LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുള്ളത്. അതും പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ അനുഭവം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അവൈലബിൾ ആണ്. 20:9 ആണ് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. 405 പിക്സൽ ഡെൻസിറ്റി ഈ ഒരു ഡിസ്പ്ലേക്ക് അത് വരുന്നുണ്ട്. ഏകദേശം 85% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. വളരെയധികം തിന്നായിട്ടുള്ള ബസൽസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഫുൾ സ്ക്രീൻ അനുഭവം നൽകുന്ന രീതിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ ക്രമീകരിച്ചിട്ടുള്ളത്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 800 nits ആണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ അത് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ക്വാഡ് റിയർ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നമുക്ക് ലഭിക്കുന്നത്. 64 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറയും 12 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 5 മെഗാപിക്സലിന്റെ മൈക്രോ ക്യാമറയും 5 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ് ഇതിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫ്ലാഷും അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയിൽ ഏറ്റവും എടുത്തു
പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. നമുക്കിപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളിൽ മാത്രം ലഭിക്കുന്ന ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഷേക്കും ഇല്ല, നമുക്ക് നല്ല രീതിയിൽ ഫുട്ടേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. ഈ ഒരു ഫീച്ചർ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ്. വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നടന്നുകൊണ്ടൊക്കെ ആയിരിക്കും വ്ളോഗ് ചെയ്യുന്നത്. ആ സമയത്ത് ഷേക്കൊന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു ക്യാമറ നമ്മളെ സഹായിക്കുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സെൽഫി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സെൽഫി ക്യാമറയിലും അതോടൊപ്പം തന്നെ റിയർ ക്യാമറയിലും നമുക്ക് 4K 30 FPS വരെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എടുക്കുവാൻ സാധിക്കുന്നതാണ്. നമ്മൾ പോർട്രേറ്റ്സ് എടുക്കുകയാണെങ്കിലും എഡ്ജും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡിറ്റക്ട് ചെയ്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് പിക്ചേഴ്സ് ക്യാപ്ചർ ചെയ്ത് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീഡിയോഗ്രാഫി നോക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഫുട്ടേജും കാര്യങ്ങളൊക്കെ എടുക്കുവാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്ത് നമുക്ക് വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെൽഫി ക്യാമറയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓവർ ബ്യൂട്ടിഫിക്കേഷൻ വൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഫീൽ ചെയ്തില്ല. വളരെയധികം ഡൈനാമിക് ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത്രത്തോളം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. സാംസങ്ങിന്റെ Exynos 1280 എന്ന് പറയുന്ന ഒരു 5nm പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഗ്രാഫിക്സ് വരുന്നത് Mali G68 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡാണ്. Android 12 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാംസങ്ങിൻ്റെ 1 UI 4.1 നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത 4 വർഷത്തേക്കുള്ള മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാംസങ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നതാണ്. ഇതൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ അല്ല, അതുകൊണ്ട് നമ്മൾ ഹൈ എൻഡ് ഗെയിം കളിക്കുമ്പോൾ മറ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്ന അത്രത്തോളം സെറ്റിംഗ്സ് ഇട്ട് നമുക്ക് കളിക്കുവാൻ സാധിക്കുന്നില്ല. മറിച്ച് നമ്മൾ ഡേ ടു ഡേ യൂസേജിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ലഭിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് സാംസങ്ങിൻ്റെ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ഇൻ്റർഫേസിലോട്ട് വരികയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ടെങ്കിലും ചാർജർ നമുക്ക് ബോക്സിനോടൊപ്പം ലഭിക്കുന്നില്ല, നമ്മൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്യണം. ബാറ്ററി ലൈഫ് നോക്കുകയാണെങ്കിൽ 2 ദിവസമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു 5G സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ 10 5G ബാൻഡുകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ NFC സപ്പോർട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരികയാണെങ്കിൽ ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓവറോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ, അതായത് ഡിസ്പ്ലേയുടെയും ഓഡിയോയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിലും ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് ലോക്കും അതോടൊപ്പം തന്നെ ഫേസ് അൺലോക്ക് അവൈലബിൾ ആണ്. നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് ചെയ്യുന്ന സെക്യൂരിറ്റി ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുള്ളത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്റ്റോറേജ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 6GB RAM 128GB ROM, 8GB RAM 128GB ROM. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിലും 6GB RAM 128GB ROM എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 34,500 രൂപയാണ്. 8GB RAM 128GB ROM എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 36,500 രൂപയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വെച്ച് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ വിധേയ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.